ക്രിസ്ത്യൻ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പാക്കി ഉത്തരാഖണ്ഡ്. ക്യാൻസർ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ട്രാൻസ്ജെൻഡർ സമൂഹത്തോട് ട്രംപ് കരുണ കാണിക്കണമെന്ന് ബിഷപ്പ് എഡ്ഗർ ബുഗ്ഡെ. ന്യൂയോർക്കിൽ IPC പ്രീ കോൺഫറൻസ് സംഗീത സന്ധ്യ. മലനാട് കൺവെൻഷൻ ഫെബ്രുവരി 6 മുതൽ. തിരുവനന്തപുരത്ത് 36ാമത് പേരൂർക്കട കൺവെൻഷൻ. IPC കോന്നി സെൻട്രൽ കൺവെൻഷൻ ഫെബ്രുവരി 6 മുതൽ. രാജ്യത്ത് ദിവസവും 2 ക്രിസ്ത്യാനികൾ വീതം ആക്രമിക്കപ്പെടുന്നുവെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. ദോഹയിൽ ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡിന്റെ സംഗീതോത്സവം. മേത്താനത്ത് ചർച്ച് ഓഫ് ഗോഡ് ഇന്റർനാഷണൽ സഭ ജനറൽ കൺവെൻഷൻ. രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പാക്കി ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ജനുവരി 27 തിങ്കളാഴ്ചയാണ് സംസ്ഥാനത്തെ സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നത്. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നത് 2022 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ BJPയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. നിയമം പ്രാബല്യത്തിൽ വന്നതോടെ വിവാഹമോചനം, സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം, ലിവ് ഇൻ റിലേഷൻഷിപ്പ് തുടങ്ങിയവയിൽ സംസ്ഥാനത്തെ എല്ലാവർക്കും ഏകീകൃത നിയമം ആയിരിക്കും. ഇക്കാര്യങ്ങളിൽ നിലവിലുള്ള മതനിയമങ്ങൾ ഇതോടെ സാധുവാകും. ക്യാൻസർ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ക്യാൻസർ കണ്ടെത്താനും ഓരോ രോഗിക്കും അനുസരിച്ച് 48 മണിക്കൂറിനുള്ളിൽ കസ്റ്റമൈസ്ഡ് ക്യാൻസർ വാക്സിനുകൾ സൃഷ്ടിക്കാനും കഴിവുണ്ടെന്ന് ടെക് സ്ഥാപനമായ ഒറാക്കിളിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ലാരി എലിസൺ വൈറ്റ് ഹൗസിൽ നടന്ന സ്റ്റാർഗേറ്റ് പ്രൊജക്ടിന്റെ ലോഞ്ച് വേളയിലാണ് ലാരി ക്യാൻസർ ചികിത്സാ രംഗത്ത് AI പുത്തൻ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത്. AI ഉപയോഗിച്ച് ക്യാൻസർ കണ്ടെത്തുക മുതൽ കസ്റ്റം വാക്സിൻ നിർമ്മിക്കുക വരെ 48 മണിക്കൂറിനുള്ളിൽ സാധ്യമാണെന്നാണ് ലാരി പറയുന്നത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തോട് ട്രംപ് കരുണ കാണിക്കണമെന്ന് ബിഷപ്പ് എഡ്ഗർ ബുഗ്ഡെ. ട്രംപ് സർക്കാർ കുടിയേറ്റക്കാരോടും ട്രാൻസ്ജെൻഡർ സമൂഹത്തോടും കരുണ കാണിക്കണമെന്ന് വാഷിംഗ്ടൺ എപ്പിസ്കോപ്പൽ ബിഷപ്പ് റൈറ്റ് റവറൻ മരിയാൻ എഡ്ഗർ ബുഗ്ഡെ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ഔദ്യോഗിക പരിസമാപ്തി കുറിക്കുന്ന പ്രാർത്ഥനാ ചടങ്ങിനിടെയായിരുന്നു ബിഷപ്പിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ബിഷപ്പിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പ്രാർത്ഥനാ ചടങ്ങുകളെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പ്രാർത്ഥനാ ചടങ്ങ് അത്ര നന്നായതായി തോന്നിയില്ലെന്നും കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി. ന്യൂയോർക്കിൽ IPC പ്രീ കോൺഫറൻസ് സംഗീത സന്ധ്യ. IPC 20ാമത് ഫാമിലി കോൺഫറൻസിന്റെ ഭാഗമായി മാർച്ച് 9 ന്യൂയോർക്ക് ലെവി ടൗൺ ഇന്ത്യൻ ക്രിസ്ത്യൻ അസംബ്ലി സഭ ഹാളിൽ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പെൻസിൽവാനിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസ സമൂഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രീ കോൺഫറൻസും സംഗീത സന്ധ്യയും നടക്കും. കോൺഫറൻസ് ദേശീയ ഭാരവാഹികളായ പാസ്റ്റർ സാം വർഗീസ്, ഫിന്നി ഏബ്രഹാം, മോനിസ് ജോർജ്, റോബിൻ ജോൺ, സൂസൻ ജോൺസൺ തുടങ്ങിയവർ കുടുംബ സംഗമത്തിന്റെ ഇതുവരെയുള്ള ക്രമീകരണങ്ങൾ വിശദീകരിക്കും. പാസ്റ്റർ ഷിബിൻ സാമുവൽ പ്രസംഗിക്കും. പാസ്റ്റർ ജേക്കബ് ജോർജ്, പാസ്റ്റർ സാം മേമന, പാസ്റ്റർ ജോർജ് മാത്യു, പാസ്റ്റർ ഏബ്രഹാം മാത്യു എന്നിവർ നേതൃത്വം നൽകും. മലനാട് കൺവെൻഷൻ ഫെബ്രുവരി 6 മുതൽ. മലനാട്ടിലെ പെന്തക്കോസ്ത് സഭകളുടെ സംയുക്ത സംഗമമായ മലനാട് കൺവെൻഷൻ മഹാസംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 6 വ്യാഴം മുതൽ 9 ഞായർ വരെ എല്ലാ ദിവസവും വൈകിട്ട് ഇടുക്കി സ്പോർട്സ് കൗൺസിൽ മൈതാനത്ത് നടക്കുന്ന കൺവെൻഷൻ പാസ്റ്റർ ഷാജി ഇടുക്കിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഡോക്ടർ KV പോൾ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ തെരേസ പോൾ, റവറൻഡ് തോമസ് അമ്പുകയം, പാസ്റ്റർ പ്രശാന്ത് ജോസ്, പാസ്റ്റർ ജോ തോമസ് എന്നിവർ വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കും. പവർ കോൺഫറൻസും പാസ്റ്റേഴ്സ് ആൻഡ് ഫാമിലി കോൺഫറൻസും കൺവെൻഷനോടനുബന്ധിച്ച് നടക്കും. ഇവാഞ്ചലിസ്റ്റ് ജോസ് കലേബരം നയിക്കുന്ന ഹെവൻലി ബീച്ച് കൊട്ടാരക്കര ഗാനശുശ്രൂഷ നിർവഹിക്കും. ഞായറാഴ്ച രാത്രി പൊതുയോഗത്തോടെ കൺവെൻഷൻ സമാപിക്കും. ഇവാഞ്ചലിസ്റ്റ് ജോ ഇടുക്കി, പാസ്റ്റർമാരായ ജോസ് മാമൻ, സന്തോഷ് ഇടക്കര, ഷാജി ജെയിംസ്, സജി KK, സാജു ഫിലിപ്പ്, ഷിനോജ് TV, ജോസ് കല്ലുകാല, മനോജ് ജോസഫ് എന്നിവർ കൺവീനർമാരായ കമ്മിറ്റി കൺവെൻഷന് നേതൃത്വം നൽകും. തിരുവനന്തപുരത്ത് 36ാമത് പേരൂർക്കട കൺവെൻഷൻ ഫെബ്രുവരി 5 മുതൽ 9 വരെ IPC പേരൂർക്കട ഫെയ്ത്ത് സെന്ററിൽ 36ാമത് പേരൂർക്കട കൺവെൻഷൻ നടക്കും. IPC തിരുവനന്തപുരം പേരൂർക്കട സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കൺവെൻഷൻ പാസ്റ്റർ KC തോമസ് ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർമാരായ ദാനിയേൽ കൊന്നനിൽക്കുന്നതിൽ, ബാബു ചെറിയാൻ, ചാക്കോ വർഗീസ്, ഷിബിൻ സാമുവൽ, ഫെയ്ത്ത് ബ്ലസൻ, ഷാജി പോൾ എന്നിവർ വചനം പ്രസംഗിക്കും. സെൻട്രൽ കൊയർ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ഞായറാഴ്ച സംയുക്ത ആരാധനയും തിരുവത്താഴ ശുശ്രൂഷയോടെ കൺവെൻഷൻ സമാപിക്കും. സെൻട്രൽ എക്സിക്യൂട്ടീവ്സ് നേതൃത്വം നൽകും. IPC കോന്നി സെൻട്രൽ കൺവെൻഷൻ ഫെബ്രുവരി 6 മുതൽ.
IPC കോന്നി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 6 മുതൽ 9 വരെ കോന്നി അതുല്യ ഗാർഡൻസിൽ സെൻട്രൽ കൺവെൻഷൻ നടക്കും. പാസ്റ്റർ എബ്രഹാം ഈശോ ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ സാംകുട്ടി ജോൺ അധ്യക്ഷത വഹിക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർമാരായ പ്രിൻസ് തോമസ്, KJ തോമസ്, വർഗീസ് എബ്രഹാം, സിസ്റ്റർ ജിജി അനിയൻ, PM സാമുവേൽ, CC എബ്രഹാം, വർക്കി എബ്രഹാം എന്നിവർ പ്രസംഗിക്കും. ജെറുസലേം വോയിസ് ഏഴംകുളം ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. രാജ്യത്ത് ദിവസവും 2 ക്രിസ്ത്യാനികൾ വീതം ആക്രമിക്കപ്പെടുന്നുവെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. ക്രിസ്ത്യ വിഭാഗങ്ങൾക്കെതിരെ 2024 834 അക്രമ സംഭവങ്ങളാണ് നടന്നതെന്നും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനമാണിതെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട്. 2023 ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ 734 അതിക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ടിലെ കണക്കുകൾ ആശങ്കപ്പെടുന്നതാണെന്നും UCF പ്രസ്താവനയിൽ പറഞ്ഞു. പ്രതിദിനം ക്രിസ്തുമത വിശ്വാസികളായ 2 പേർ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്രമങ്ങൾ നടക്കുന്നതെന്നും UCF ചൂണ്ടിക്കാട്ടി. ദോഹയിൽ ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡിന്റെ സംഗീതോത്സവം. ചർച്ച് ഓഫ് ഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 1 രാത്രി 7:30 സംഗീതോത്സവം നടക്കും. അഗപ്പെ ചർച്ച് സീനിയർ പാസ്റ്റർ ഷാജി K. ദാനിയൽ വചന ശുശ്രൂഷ നിർവഹിക്കും. മേത്താനത്ത് ചർച്ച് ഓഫ് ഗോഡ് ഇന്റർനാഷണൽ സഭ ജനറൽ കൺവെൻഷൻ. ചർച്ച് ഓഫ് ഗോഡ് ഇന്റർനാഷണൽ സഭയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 6 മുതൽ 9 വരെ മേത്താനം എബനേസർ കോമ്പൗണ്ടിൽ ജനറൽ കൺവെൻഷൻ നടക്കും. റവറൻഡ് സു K. തോമസ് ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ AB എബ്രഹാം, പാസ്റ്റർ അനീഷ് കാവാലം, പാസ്റ്റർ രാജു മേത്ര എന്നിവർ പ്രസംഗിക്കും. റേ ബാൻസ് കോട്ടയം ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പാക്കി ഉത്തരാഖണ്ഡ്. ക്യാൻസർ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ട്രാൻസ്ജെൻഡർ സമൂഹത്തോട് ട്രംപ് കരുണ കാണിക്കണമെന്ന് ബിഷപ്പ് എഡ്ഗർ ബുഗ്ഡെ. ന്യൂയോർക്കിൽ IPC പ്രീ കോൺഫറൻസ് സംഗീത സന്ധ്യ. മലനാട് കൺവെൻഷൻ ഫെബ്രുവരി 6 മുതൽ. തിരുവനന്തപുരത്ത് 36ാമത് പേരൂർക്കട കൺവെൻഷൻ. IPC കോന്നി സെൻട്രൽ കൺവെൻഷൻ ഫെബ്രുവരി 6 മുതൽ. രാജ്യത്ത് ദിവസവും 2 ക്രിസ്ത്യാനികൾ വീതം ആക്രമിക്കപ്പെടുന്നുവെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. ദോഹയിൽ ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡിന്റെ സംഗീതോത്സവം. മേത്താനത്ത് ചർച്ച് ഓഫ് ഗോഡ് ഇന്റർനാഷണൽ സഭ ജനറൽ കൺവെൻഷൻ. ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.